ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയുണ്ട്, ചിന്മുദ്ര എന്ന് പറയും. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, അയ്യപ്പസ്വാമി കൈപിടിച്ചിരിക്കുന്നത് ഓർത്താൽ മതി. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റ് 3 വിരലുകൾ നിവർത്തി പിടിച്ചിട്ടുള്ളതാണ്. പല ദേവതകൾക്കും അതുപോലൊരു മുദ്ര നമുക്ക് കാണാൻ പറ്റും. അയ്യപ്പസ്വാമിയുടെ കയ്യിൽ അങ്ങനെ ഒരു മുദ്ര കാണിച്ചുകൊണ്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. ആ മുദ്ര ജ്ഞാനമുദ്ര, ചിന്മുദ്ര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളുടെ നിവർത്തി പിടിച്ച 3 വിരലുകളുണ്ട്. അത് 3 ഗുണങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും 3 ഗുണങ്ങളുണ്ട് എന്നാണ് മഹർഷിമാർ കണ്ടെത്തിയിട്ടുള്ളത്. 1 തമോ ഗുണം, 2 രജോ ഗുണം, 1 സത്വഗുണം. ഈ 3 ഗുണങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. തമോ ഗുണം കൂടുതലായിരിക്കുമ്പോൾ രജോ ഗുണവും സത്വ ഗുണവും കുറവായിരിക്കും. രജോ ഗുണം കൂടുതലായിരിക്കുമ്പോൾ തമോ ഗുണവും സത്വ ഗുണവും കുറവായിരിക്കും. സത്വഗുണം കൂടുതലായിരിക്കുമ്പോൾ തമോ ഗുണവും രജോ ഗുണവും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുദ്ര നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഒരുത്തൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ജീവൻ ഉണരണം. തമോ ഗുണത്തിൻ്റെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ അവൻ്റെ ബുദ്ധിയും അവൻ്റെ മനസ്സും അവൻ്റെ പ്രവൃത്തിയുമൊക്കെ ഒരു തണുപ്പൻ മട്ടായിരിക്കും. ഒന്നിലും ഒരു ഊർജ്ജസ്വലത കാണില്ല. സ്വന്തമായി അവന് ബുദ്ധി ആ രീതിയിൽ വർക്ക് ചെയ്യില്ല. ഒരാൾ പറയുന്നു ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവന് ചെയ്യും. സ്വന്തമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കപ്പാസിറ്റി അവനുണ്ടാവില്ല. ആ ടൈപ്പ് ആളുകളെല്ലാം തമോ ഗുണത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ചൊന്നും യാതൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഈ 3 കൂട്ടർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണം ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അവർക്ക് തമോ ഗുണികൾക്ക് തണുത്തതും പുളിച്ചതുമായിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് അവർക്കിഷ്ടം, പ്രിയപ്പെട്ടതായിട്ട്. ഇത് കഴിക്കും തോറും ഇവരുടെ ബുദ്ധി വീണ്ടും തമോ ഗുണത്തിന് അടിമപ്പെട്ടു പോകും. ഇനി രജോ ഗുണികളാണെങ്കിലോ നമ്മൾക്കിതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു സൂചന മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ തരാൻ പറ്റുള്ളൂ. രജോ ഗുണികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ച് അധികം എരിവും പുളിയും ഉപ്പും അങ്ങനെ ഉള്ള ഒരു സ്പൈസി ഫുഡ് എന്നൊക്കെ നമ്മൾ പറയും. ആ തലത്തിലുള്ള ഫുഡാണ് അവർക്കിഷ്ടം. അവർക്ക് എല്ലാത്തിനും എടുത്തുചാട്ടം കൂടുതലായിരിക്കും. മുൻകോപം ഇവർക്കുണ്ടാകും. അതുപോലെ എല്ലാത്തിനും ആലോചനയില്ലാതെയുള്ള പ്രവൃത്തികളാണ്. പക്ഷേ ആലോചിച്ച് ചെയ്യുന്നവരുണ്ട്. എങ്കിലും രജോ ഗുണികൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ ഗുണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അതല്ല നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ തമോ ഗുണവും രജോ ഗുണവും ഒരേ വ്യക്തിയിൽ നമുക്ക് കാണാം. അതിന് കൂടുതൽ കുറവുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അയാൾ തമോ ഗുണിയാണോ രജോ ഗുണിയാണോ എന്നൊക്കെ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഈ ഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ശാസ്ത്രീയമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ അതൊക്കെ വായിച്ചു നോക്കുന്നതല്ലായിരിക്കും. പിന്നെ 3ാമതായിട്ട് വരുമ്പോഴാണ് സത്വഗുണം. അവർ കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായി മനസ്സിലാക്കി പ്രതികരിക്കുന്നവരാണ്. അവർ എടുത്തുചാട്ടത്തിനൊന്നും പോവില്ല. മറ്റ് 2 ഗുണം ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഇവർ അതിലേക്കൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുകയോ അങ്ങനെയൊന്നും ഇല്ലാതെ അവരവരുടെ രീതിയിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നവരാണ്. അവരുടെ ഭക്ഷണ രീതിയും വ്യത്യസ്തമാണ്. കാരണം അവർ അധികം ഉപ്പോ പുളിയോ മധുരമോ
അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് അത്ര താല്പര്യം. സാത്വികമായിട്ടുള്ള ഫുഡായിരിക്കും, ചെറു ചൂടോടുകൂടി, എല്ലാം മിനിമത്തിൽ, ആ രീതിയിലുള്ള ആളുകളാണ്. അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉയർന്ന തലത്തിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്, ഇതിനെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക, സാത്വികമായൊരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അങ്ങനെ സാത്വികമായിട്ടുള്ളൊരു തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ ചിന്മുദ്രയിലേക്ക്, അപ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയാണ്. ആ ജീവാത്മ പരമാത്മ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചിന്മുദ്ര കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതുവരെയും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജീവനാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ പാപിയാണ്, ഇങ്ങനെയുള്ള വിചാരങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമ്മുടെ തമോ ഗുണവും രജോ ഗുണവും ആ രീതിയിലാണ് നമ്മളെ ചിന്തിപ്പിച്ചത്. പക്ഷെ സത്വഗുണത്തിൻ്റെ ആ പരാകാഷ്ഠയിൽ നമുക്ക് അവിടെ ഒരു ഗുരുപദേശം കിട്ടുന്നു. നീ അതൊന്നുമല്ല, നീ ആ പരമ്പൊരുൾ തന്നെയാണ്. ഈ ജീവനെന്ന് വിചാരിച്ചിരുന്ന നീ ശരിക്കും പറഞ്ഞാൽ എന്തു തന്നെയാണ്? പരമ്പൊരുളാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ സിമ്പലായിട്ടാണ് ഈ മുദ്ര. ഇപ്പം തള്ളവിരൽ എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ്. അങ്കുഷ്ടമാത്ര പുരുഷ എന്നാണ് ഉപനിഷത്ത് അതിന് പറയുന്നത്. അപ്പോൾ ജീവാത്മ പരമാത്മ ഐക്യം ആണ് ശരിക്കുമുള്ള ആ ചിന്മുദ്രയുടെ അർത്ഥം. അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, നമ്മൾ അറിവ് ഈ ഒരു സിമ്പലിലൂടെ, ഒരു മുദ്രയിലൂടെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ വേണ്ടിയിട്ടാണ് മഹർഷി ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗുണത്തെ ആശ്രയിച്ചിരിക്കും നമ്മളിലേക്ക് തിരിയുന്നു, നമ്മൾ വെളിയിലേക്ക് തിരിയുന്നു എന്നുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനും പറ്റും. നേരെ മറിച്ച് നമ്മൾ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾക്കും സമാധാനം ഉണ്ടാവില്ല, നമ്മൾക്ക് മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. അതാണ് വലിയൊരു അപകടം. തീർച്ചയായിട്ടും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഏവർക്കും നമസ്കാരം.